ശക്തമായ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ടല്ലേ. അതിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കാസർകോട്ടേക്കാണ്. ത്രികോണ മത്സരം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർകോട് എന്ന് നമുക്ക് പറയേണ്ടി വരും. 3 സ്ഥാനാർത്ഥികൾ, 3ഉം കരുത്തരാണ് എന്നതാണ് കാസർകോട്ടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ആർക്കും ജയസാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് കല്ലട്ര മാഹിൻ ഹാജിയാണ്. NDAയുടെ സ്ഥാനാർത്ഥി ML അശ്വിനിയാണ്. ഷാനവാസ് ഫാദൂർ കൂടി എത്തിയതോടെ LDF ക്യാമ്പും ആവേശത്തിലാണ്. 3 സ്ഥാനാർത്ഥികളെ നമുക്ക് നോക്കിയാൽ UDFന്റെ കല്ലട്ര മാഹിൻ ഹാജി, ഒപ്പം ഷാനവാസ് ഫാദൂർ LDFന്റെ സ്ഥാനാർത്ഥി. ഏറ്റവും ഒടുവിലാണ് LDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഒപ്പം NDAയുടെ സ്ഥാനാർത്ഥി ML അശ്വിനി. 3 പേരും തമ്മിൽ വാശിയേറിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത് നമുക്ക് പറയേണ്ടി വരും. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഷാനവാസ് ഫാദൂർ കൂടി എത്തിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയാണ് ഏറ്റവും ഒടുവിലെത്തിയത്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം കാസർഗോഡ്? ചിലയിടങ്ങളിൽ BJP ക്യാമ്പിലൊക്കെ ചെറിയ പൊട്ടിത്തെറികളുടെ വിവരങ്ങളും വരുന്നുണ്ടല്ലോ. സ്ഥാനാർത്ഥിയുമായി സഹകരിക്കുന്നില്ല ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? പ്രചാരണത്തിൽ 3 പേരും സജീവമാകുമ്പോൾ ആർക്കാണ് ഒരു മുൻതൂക്കം നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത്? ഒരു ത്രികോണ മത്സരത്തിന്റെ സാഹചര്യം കാസർഗോഡ് പറയാൻ സാധിക്കും. കാരണം ഇത് പരമ്പരാഗതമായി UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ് കാസർഗോഡ് മണ്ഡലം. കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്നാൽ ഈ തവണ ത്രികോണ മത്സരത്തിലേക്ക് അത് പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. തന്നെയായിട്ടുള്ള ML അശ്വിനി. ശരി, ചെറിയ സാങ്കേതിക തകരാറുണ്ട്. നമുക്ക് കണക്കുകൾ കൂടി പരിശോധിക്കാം. കാസർഗോഡ് കണക്കുകൾ നോക്കിയാൽ UDFനാണ് മുൻതൂക്കം. നമുക്ക് ചിലയിടങ്ങളിലെ കണക്കുകൾ നോക്കിയാൽ 2021 കണക്ക് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്നതായിരുന്നു. കാസർഗോഡ് 2021 63,296 വോട്ടാണ് UDFന് ലഭിച്ചത്. NDAക്ക് 50,395 വോട്ട് ലഭിച്ചു. LDFന് 28,323 വോട്ടാണ് അന്ന് ലഭിച്ചത്. 12,901 വോട്ടിന്റെ ഭൂരിപക്ഷം അന്ന് അവിടെ ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കണക്കുകളിൽ UDFന് തന്നെയാണ് മുൻതൂക്കം. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ കാസർഗോഡ് BJPയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമല്ല. ML അശ്വിനിയുമായി സഹകരിക്കുന്നില്ല ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കണക്കുകളുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് UDFന് തന്നെ ഒരു മുൻതൂക്കം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 2021 കണക്കുകൾ പരിശോധിച്ചാൽ 63,296 വോട്ടുകളാണ് UDFന് ലഭിച്ചത്. NDAക്ക് 50,395, LDFന് 28,323 വോട്ടുകൾ എന്ന് കാണാൻ സാധിക്കും. 12,901 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് ലഭിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് UDFന്റെ വോട്ട് എന്ന് പറയുന്നത് 66,383 വോട്ടാണ് UDFന് ലഭിച്ചത്. NDAക്ക് അത് 46,367 ആയിരുന്നു. LDFന് 40,413 എന്ന് കാണാൻ സാധിക്കും. UDFന്റെ ലീഡ് 20,016 ആയിരുന്നു. അങ്ങനെ UDFന് ഒരു പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പക്ഷേ ഒരു ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ ആരായിരിക്കും അതിൽ പ്രധാനിയായി മുന്നിലെത്തുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റു മണ്ഡലങ്ങളിലെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് എത്തേണ്ടതുണ്ട്. തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരിൽ LDF പിടിച്ച മണ്ഡലമാണ്. ഇത്തവണയും ആരും പിന്നോട്ടല്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. കനത്ത പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ കവിയും യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. മുൻ മേയർ രാജൻ പല്ലനാണ് UDFനായി മത്സരരംഗത്തുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ പത്മജ വേണുഗോപാലിനെ NDAയും കളത്തിലേക്ക് ഇറക്കുമ്പോൾ ആർക്കായിരിക്കും മുൻതൂക്കം? ജെയ്സൺ ചാമോളപ്പിൽ ഇതാ 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചവരാണ്. ആലങ്കോട് ലീലാകൃഷ്ണനുണ്ട്, ഒപ്പം പത്മജ വേണുഗോപാലുണ്ട്. ഇതിൽ LDF കനത്ത പോരാട്ടത്തിൽ പിടിച്ച മണ്ഡലമാണ്. മുൻ മേയർ രാജൻ പല്ലൻ കൂടി എത്തുമ്പോൾ എങ്ങനെയാണ് മത്സരം കടുക്കുന്നത്? വിനീത, ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ 3 സ്ഥാനാർത്ഥികളെയും പരിശോധിക്കാം. അവരുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാം. രാജൻ പല്ലൻ കഴിഞ്ഞ 25 വർഷമായി തൃശ്ശൂർ കോർപ്പറേഷനിലെ അംഗമായിരുന്നു. ഇത്തവണ മാത്രമാണ് അദ്ദേഹം മാറി നിന്നത്. അതിലൊരു തവണ മേയറും 2 തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു. പത്മജ വേണുഗോപാലിന്റെ 4ാമത്തെ തിരഞ്ഞെടുപ്പ് അംഗമാണിപ്പോൾ. ആദ്യം പഴയ മുകുന്ദപുരം മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്
വലിയ പരാജയം ഏറ്റുവാങ്ങി. അന്ന് ലോനപ്പൻ നമ്പാടനോടാണ് പരാജയം ഏറ്റുവാങ്ങിയത്. വലിയ ഭൂരിപക്ഷത്തിലുള്ള പരാജയമായിരുന്നു. പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ 2 തവണകളായി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് VS സുനിൽകുമാറിനോട് ആദ്യഘട്ടത്തിൽ പരാജയപ്പെടുന്നു. കഴിഞ്ഞ തവണ വിജയിക്കുമെന്ന വലിയ പ്രതീക്ഷയൊക്കെ വെച്ച് പ്രവർത്തനവും ശക്തമായി മുന്നോട്ട് പോകുന്നിടയിലാണ് അശനിവാദം പോലെ സുരേഷ് ഗോപി രംഗത്ത് വരുന്നത്. അതോടുകൂടി 900 ചില്ലാനോട്ടിന് സുരേഷ് ഗോപിയുടെയും അതുപോലെ തന്നെ P ബാലചന്ദ്രന്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ P ബാലചന്ദ്രൻ 900 ചില്ലാനോട്ടിന് വിജയിക്കുന്നു. LDF വീണ്ടും നിലനിർത്തുന്നു. അങ്ങനെ 2 തവണ LDFിന്റെ മണ്ഡലമായ ഇത്തവണ പക്ഷേ നിറം മാറിയാണ്, കളം മാറിയാണ് പത്മജ വേണുഗോപാൽ മത്സരത്തിനെത്തുന്നത്. ആ കളം മാറ്റം എത്രമാത്രം ഇത്തവണ ഗുണം ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ തന്നെ പരാജയപ്പെടുത്തുന്നതിൽ മുൻകൈയെടുത്ത സുരേഷ് ഗോപിയാണ് തന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതും മുൻകൈയെടുക്കുന്നതുമെന്ന കൗതുകരമായ ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് പോയാൽ 2 ജാതി മത സമവാക്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം എന്ന് വേണം നമുക്ക് പറയാൻ. സാധാരണഗതിയിൽ തൃശ്ശൂരിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒല്ലൂരിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിർത്താറ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രാജൻ പല്ലനെ തൃശ്ശൂരിൽ ഇറക്കുന്നു. അതുപോലെ തന്നെ ഒല്ലൂരിൽ ഷാജി കോടത്തിനെ ഇറക്കുന്നു. അങ്ങനെ 2 ക്രൈസ്തവ സഭകളിൽ നിന്ന്, ക്രൈസ്തവ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ രംഗത്തിറക്കുന്നു. ഇത് ചെറിയ തോതിൽ ഒരു ജാതി മത സമവാക്യങ്ങളിൽ ഒരു മർമറിംഗ് ക്യാമ്പയിൻ ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് സ്വതന്ത്രനായി നോമിനേഷൻ കൊടുത്ത ജയപ്രകാശ് പൂവത്തിങ്കൽ കഴിഞ്ഞ ഒരുപാട് കാലമായി കൗൺസിലറായിരുന്ന അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാന ആരോപണം ഇത് തന്നെയാണ്. ഏതായാലും ഇത്തവണ ആര് ജയിക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. സ്വാഭാവികമായും ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDFന് ചെറിയ തോതിലുള്ള മേൽക്കൈയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള മേൽക്കൈയുണ്ട്. ആ മേൽക്കൈ വിജയമാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ശരി, ഏതായാലും കാത്തിരുന്ന് കാണാം ആർക്കാണ് മുൻതൂക്കം എന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഏതായാലും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല.